പൃഥ്വിരാജ് അതായത് നമ്മുടെ നടൻ വന്നുകൊണ്ട് ആർക്കും സമയത്ത് ഭക്ഷണമില്ല. പൃഥ്വിരാജ് സാറിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം. പക്ഷേ ഞാൻ പറയാം, പൃഥ്വിരാജ് സാറിന്റെ ഏത് ലൊക്കേഷൻ വന്നാലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതായത് മര്യാദക്കുള്ള ഒരു ഭക്ഷണമോ വിശ്രമവും കിട്ടുന്നില്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സംഭവിക്കില്ല. ലേഡീസായിട്ട് തന്നെ അവരെ കളിയാക്കി വിടുന്നു. അപ്പൊ ഇന്നാള് പറഞ്ഞതെന്താന്ന് വെച്ചാൽ, ഈ മിനിഞ്ഞാന്ന് പറഞ്ഞതാ, സാറ് 20-ാം തീയതി ഇവിടെ വന്നു ഷൂട്ടിങ് വന്നപ്പോൾ ഈ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞിട്ടാണ് സെക്യൂരിറ്റി പറഞ്ഞത്, ചായ ഞങ്ങൾക്ക് ചായ ഇല്ല, ഭക്ഷണം മര്യാദക്കില്ല. സാറല്ലോണ്ട് നമുക്ക് സമയത്ത് തരില്ല. നമസ്കാരം. പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ അപ്കമിങ് മൂവിയുണ്ട്. പൃഥ്വിരാജും പിന്നെ ബേസിൽ ജോസഫും കൂടി ലീഡ് റോൾസിൽ വരുന്ന, മറ്റുള്ള കാസ്റ്റ് അനശ്വര രാജൻ, നിഖില വിമൽ, ജഗദീഷ് ചേട്ടൻ, ഇവരൊക്കെയാണ് അടുത്ത മറ്റു കാസ്റ്റൊക്കെ കേട്ടോ. ഇവരുടെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള ഗുരുവായൂർ അമ്പലനടയിൽ ഒരു മൂവി ഉണ്ടല്ലോ, വരാൻ പോകുന്ന മൂവിയുടെ സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റ് നേരിട്ടിട്ടുള്ള ഒരു ഇഷ്യൂ 2 ദിവസം മുന്നേ നിങ്ങൾ ന്യൂസിൽ കണ്ടോന്ന് അറിയില്ല. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളുടെ ആ ഒരു വോയിസ് ക്ലിപ്പാണ് ആദ്യം ഇവിടെ കേട്ടത്. ഓക്കെ, ഞാൻ ഈ ന്യൂസ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ കേൾക്കാത്തവർക്കായിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ്, അതിനുശേഷം നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. പൃഥ്വിരാജ് നിർമ്മിച്ച നായകനായി അഭിനയിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ബൌൺസർമാർ അഴിഞ്ഞാടുന്നെന്ന് പരാതി. ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇവർ മർദ്ദിച്ചെന്ന് പരാതിയുണ്ട്. ബൌൺസർമാർ സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നും ആരോപണമുണ്ട്. കളമശ്ശേരി FACTയിലാണ് പൃഥ്വിരാജ്, ബേസിൽ എന്നിവർ നായകന്മാരായെത്തുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. ഈ സെറ്റിലാണ് ജൂനിയർ ആർട്ടിസ്റ്റുമാർ ബൌൺസർമാരിൽ നിന്നും പീഡനം അനുഭവിക്കുന്നത്. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ വിടില്ല. ചോദ്യം ചെയ്യുന്നവരെ മർദ്ദിച്ചവശരാക്കും. പുതിയൊരു ബൗൺസർ വന്നിട്ടുണ്ട്. അതിന് ഒരു 19 വയസ്സുള്ളൊരു ചെക്കനാണ്. അപ്പോൾ അവൻ ആ ചേട്ടനൊരു കല്ലുകൊണ്ട് ആ ചേട്ടൻ്റെ പല്ലിനൊന്ന് അടിക്കുകയുണ്ടായി. അത് ചോദിക്കാൻ പോയാൽ അവരതൊക്കെ ആ ക്രൂവിലെ മെമ്പേഴ്സിനെ അത് പിടിച്ചില്ല. അപ്പോൾ അവർ പ്രത്യേകം ആ പ്രതികരിച്ച ആൾക്കാർക്കെതിരെ അവർ നിയമ നടപടിയെടുക്കാൻ തുടങ്ങി. മർദ്ദനമേറ്റവരെ പരാതി നൽകാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നും ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെത്തിയ പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നും ജൂനിയർ ആർട്ടിസ്റ്റുമാർ പറയുന്നു. തല്ലി പുറ സൈഡിൽ കഴുത്തിൻ്റെ ഇതിലെ കൂടി അടിച്ചു, പിന്നെ തലയിലെ കൂടെ ഇവിടെ സൈഡിലടിച്ചു. പിന്നെ അപ്പോൾ തന്നെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു. കുറച്ച് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട കുറച്ച് ടീം വന്നിട്ട് ആക്രമിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കൂട്ടത്തോടെ വന്നിട്ടുള്ള ആക്രമണമായിരുന്നു. സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ ബൗൺസർമാർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെന്നും സ്ത്രീകളോട് മോശമായി പെരുമാറുന്നെന്നും പരാതിയുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂസ് കേട്ടുള്ള ഇതാണ് ന്യൂസ്. ഓക്കെ, ഇതിൽ ഈ മൂവിക്ക് 3 പ്രൊഡ്യൂസേഴ്സാണ്. അതിൽ ഒരു പ്രൊഡ്യൂസർ സുപ്രിയ മേനനാണ്, ബാക്കി വേറെ 2 പ്രൊഡ്യൂസേഴ്സും കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു മൂവി, അതായത് പൃഥ്വിരാജ്, ഇവർ പറഞ്ഞു വെച്ചാൽ പൃഥ്വിരാജ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കരമായിട്ട് അവിടെ ഈ ബൗൺസേഴ്സ് കൺട്രോൾ ചെയ്യുന്ന പറയുന്നത്, ഈ സെക്യൂരിറ്റി ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ബൗൺസേഴ്സ് കേട്ടോ. ഇത് പറയണമെന്ന് വെച്ചാൽ, ഈ ആ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇതിൽ കഴിഞ്ഞ് പ്ലേ ചെയ്യാം. 1200 രൂപയാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നുണ്ട്. ഈ 1200 രൂപയാണ് ഇവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ഈ പ്രൊഡ്യൂസർ കൊടുക്കേണ്ടത് 1200 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഏജൻസി ഉണ്ട്. ഈ ഏജൻസി ഇവർക്ക് വെറും 600 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. 600 റുപ്പീസാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 600 റുപ്പീസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു വ്യക്തിയാണെങ്കിലും അയാളുടെ അനിയനും കൂടി ഒരുമിച്ചാണ് ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു 600 റുപ്പീസിന് വേണ്ടിയിട്ടാണ് അവർ ഈ എന്താ പറയുക വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഫേസ്ബുക്കിൽ ഈ ന്യൂസ് കണ്ട സമയത്ത് ഇതിൻ്റെ ഇടയിലേക്ക് ഒരുപാട് കമൻസ് ഉണ്ട്. കൂലിപ്പണിക്ക് പോയിക്കൂടെ, 1200 രൂപ കിട്ടില്ലേ, പിന്നെ ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. എന്താ അറിയോ, പല ആൾക്കാർക്കും ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ഈ ആ ഒരു ദിവസത്തെ കൂലീൻ്റെ മാത്രമായിരിക്കില്ല. അവരുടെ മനസ്സിലുള്ള ഒരുപാട് അഭിനയമോഹം കൊണ്ടായിരിക്കും അവർ ഈ പറഞ്ഞ പരിപാടികൾക്കൊക്കെ വരുന്നത് അല്ലേ. പൃഥ്വിരാജ്, ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു മൂവീൻ്റെ ഇതിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് പൃഥ്വിരാജ് ഇതിൽ വന്ന് ഇറങ്ങുന്ന ഒരു സീന് കണ്ടു. അതായത് കാരവാനിൽ ഇറങ്ങുന്ന ഒരു സീന് ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടതാട്ടോ. അപ്പോൾ ശരിയാണ്, പൃഥ്വിരാജ് ഒരു സ്റ്റാറാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഒരേപോലെ കാണണമെന്ന് പറയല്ല, അത് ഡിഫറെൻ്റ് ആണ് കേട്ടോ, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഒരു മാനുഷിക പരിഗണന കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യണം എന്നൊരു, അതല്ലേ അതിൻ്റെ ഒരു അല്ലേ. കാരണം എന്ന് വെച്ചാൽ അവർ മനുഷ്യരാണ്. ഇപ്പോൾ ഇയാൾ പറയുന്നത് വെച്ചാൽ, ഈ വ്യക്തിയുടെ വീഡിയോ ഉണ്ട്, ലാസ്റ്റ് ടൈം പ്ലേ ചെയ്യാം. 6 മണിക്ക് മുന്നേ
ഇയാൾ എത്തിക്കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഷുഗറും പ്രഷറും ഉള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഗ്ലാസ് ചായ ഉണ്ടായിരിക്കും അവിടെ, പക്ഷെ അത് കുടിക്കാനുള്ള അനുവാദം പോലും ഇവർക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഞാൻ ആ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് പ്ലേ ചെയ്യാം. നമ്മുടെ ജൂനിയർ സീസൺ എത്തുന്നതിന് മുമ്പ് 6 മണിക്ക് മുമ്പായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞ് ചേട്ടൻ എവിടെ പോകണമെന്ന് ചോദിച്ചു. നമ്മളൊരു ബാത്റൂമിൽ പോകണം. കാരണം ഇവിടുത്തെ ബാത്റൂം അങ്ങ് അകലെയാണ്, ഒരുപാട് അകലെ പോകണം. അപ്പോൾ ഞാൻ പുള്ളി എടുത്താക്കി പറഞ്ഞു ബാത്റൂമിൽ പോയിട്ട് അപ്പം തന്നെ വന്നോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാനോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ഷൻകാർ അവിടെ കൊണ്ട് ചായ വെച്ചു. ഞാനൊരു ചായ എനിക്കെടുത്ത് എൻ്റെ അനിയനും അപ്പം വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തപ്പോൾ അവിടെ അനിയനോട് തർക്കം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പോയപ്പോൾ ഇവനെ കടത്തി വിടുന്നില്ല. ഇവിടെ ചായ കുടിക്കാനും ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ചേട്ടൻ അല്ലെങ്കിൽ ഇപ്പോൾ പിടിച്ച് പുറത്താക്കുന്നത്. അപ്പോൾ ഇവനെന്താ കാരണം? അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തർക്കമാണ്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഞാൻ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പോകണമെന്ന് വന്ന് പറഞ്ഞില്ല. പിന്നെ ചായ ഒരെണ്ണം കൊടുത്ത് അപ്പം കൊടുത്തു. പിന്നെ എന്താ പ്രശ്നം? ഇവിടെ ആൾ കളിക്കാൻ പറ്റില്ല, ഇവിടെ ഇടിച്ച് പുറത്താക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒച്ചെടുത്ത് പുറക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു? ജൂനിയർ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഈ സെറ്റിൽ വന്നിട്ട് പൃഥ്വിരാജ് അതായത് നമ്മുടെ നടൻ വന്നതുകൊണ്ട് ആർക്കും സമയത്ത് ഭക്ഷണമില്ല. പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്, ഈ സെക്യൂരിറ്റികൾ തരുന്നില്ല. ഒരു 3-ാം ദിവസം കട്ടൻ ചായ വെച്ചിട്ട് അവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ 4:30 മണിക്കാണ് ചായ തന്നിട്ട് കൊണ്ടേ കളഞ്ഞ് ഞങ്ങൾക്ക് തന്നില്ല. അപ്പൊ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അവസ്ഥ. പല അഭിമുഖങ്ങളിലും ആൾക്കാർ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് വെളുപ്പിനെ വന്ന് അവർ കഷ്ടപ്പെടുന്നു. ഈ പറയുന്ന ആൾക്കാർ വെറും ജാട വർത്താനാണ്. അവർക്കറിയാം നമുക്ക് എത്ര കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ എത്ര രൂപ കൊടുക്കണ്ട്? 1200 രൂപ കൊടുക്കണ്ടെന്നാണ് ഇവിടെ അറിഞ്ഞത്. ഈ 1200 നമുക്ക് തരുന്ന 600 രൂപ. അപ്പൊ അവര് പറഞ്ഞത് അത്ര പറ്റിയെങ്കിൽ വന്നാൽ മതി. ഇപ്പൊ പറഞ്ഞ മാനേജർ പറഞ്ഞു ഞാൻ സാറ് എത്ര രൂപ ഇവിടെ കൊടുക്കണം. അവര് അത് ശരിക്കില്ല. അപ്പൊ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു യൂണിയൻ വെക്കണം. അത് സംഘടനയായാലും അമ്മ സംഘടന. ഉണ്ണികൃഷ്ണൻ സാറ് ഒരിക്കലും പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ സാറിന്റെ വർക്കിന് വേണ്ടി എനിക്ക് 600 രൂപ കിട്ടും. അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ഒരു കപട ഇത് കാണിക്കാൻ? പിന്നെ അത് പറഞ്ഞ് എന്നോട് വന്ന് ഹോസ്പിറ്റലിൽ എന്നെ കല്ലിന് എന്നെ തല്ലാൻ വന്നപ്പോൾ ഞാൻ കല്ലെടുത്ത് ശരിയാ, ഞാൻ തൊട്ടിട്ടില്ല. ഇവര് 4 പേര് കൂടി സെക്യൂരിറ്റികളും ഞങ്ങളെ 10 അടിച്ചു. എൻ്റെ അനിയനെ തല്ലി, എന്നെ തല്ലി. എന്നിട്ട് ഇവര് ഹോസ്പിറ്റലിൽ അന്ന് പിന്നെ അവർ പുറത്താക്കും. ഇപ്പൊ പറഞ്ഞ മാപ്പേര് ഞാൻ പിന്നെ എന്റെ 2 അണപ്പോലും ഇളകിയിട്ടുണ്ട്. അണപ്പോല ഇളകി ചോര മേലിന്ന് വന്നിട്ടില്ല, തലകറക്കം വന്നു. അപ്പൊ ഞാനെന്താ വെച്ചാൽ ചത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ പോകുന്നില്ല. കാരണം വെച്ചില്ലേ ഈ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരും അപ്പം തന്നെ പിടിച്ച് സെറ്റിൽമെന്റ് ആക്കും. എന്നിട്ട് പിന്നെ അവനെ സെറ്റിലേക്ക് കൊണ്ടിരുന്നില്ല. അത് ഈ മേലധികാരികൾ പ്രൊഡ്യൂസറായാലും നടന്മാരായാലും അറിയില്ല. ഞാൻ ചോദിക്കണേ ഈ നടനായ നമ്മൾ സാറിന് പൃഥ്വിരാജ് സാറിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം. പക്ഷേ ഞാൻ പറയാം പൃഥ്വിരാജ് സാറിന്റെ ഏത് ലൊക്കേഷൻ വന്നാലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതായത് മര്യാദക്കുള്ള ഒരു ഭക്ഷണമോ വിശ്രമമോ കിട്ടുന്നില്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കില്ല. ലേഡീസായിട്ട് തന്നെ അവരെ കളിയാക്കി വിടുന്നു. അപ്പൊ ഇന്നാള് പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഈ മിനിഞ്ഞാന്ന് പറഞ്ഞതാ സാറ് 20-ാം തീയതി ഇവിടെ വന്നു ഷൂട്ടിങ് വന്നപ്പോൾ ഈ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ സാറ് പറഞ്ഞിട്ടാണ് സെക്യൂരിറ്റി പറഞ്ഞത് ചായ ഞങ്ങൾക്ക് ചായ ഇല്ല, ഭക്ഷണം മര്യാദക്കില്ല. സാറല്ലോണ്ട് നമുക്ക് സമയത്ത് തരില്ല. ഇതെന്താ അവസ്ഥ? സാറുമാർക്ക് കാരവാനിൽ കൊണ്ട് സാധനം കൊടുക്കുന്നു, ലൈറ്റ് മാൻമാർക്ക് കറക്റ്റ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് ചായ കൊടുക്കുന്നു. അപ്പോൾ ചില സൂറും കാര്യങ്ങളുള്ള അമ്മമാരുണ്ട്, അവരൊക്കെ കൊതിയോട് ചായ പോ എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുക, പട്ടിനോടിക്കാവില്ല. ഇനിയെങ്കിലും മലയാള സിനിമ ഒന്ന് മനസ്സിലാക്കുക. 2-3 സെക്ഷനായിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇത് ഞാനിത് പറയും. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അവസ്ഥ അങ്ങനത്തേക്ക് കഴിയും. ഈ 6 മണിക്ക് ഞാനിവിടെ വന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വൈഫിനെ വിളിച്ച് ചായ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ ഇപ്പോഴും എനിക്ക് കറങ്ങണം. ഈ നിമിഷം വരെ മണിക്കൂറുകളായി ഈ നിമിഷം വരെ ഒരാളും വന്നിട്ടില്ല. ഇവര് ഞാൻ മാനേജറാണ്, ഞാൻ പ്രൊഡ്യൂസറാണെന്ന് ഓരോരുത്തരും ഒന്ന് പറഞ്ഞ് അതിന്റെ എന്തായാലും ചേട്ടൻ ഇവിടെ ഇരിക്കും. പ്രൊഡ്യൂസർ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാരും ഇവിടെ ചേട്ടന് പറയാൻ പറ്റുന്നില്ലല്ലേ, തലയ്ക്ക് ഇറങ്ങണല്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇതിലിപ്പോൾ പൃഥ്വിരാജിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ പേര് ഇതിൽ പറയാൻ കാരണം, ഞാനാണെങ്കിലും വീഡിയോയിൽ പറയാൻ കാരണം. പിന്നെ ഇയാൾ പറഞ്ഞു കേട്ടല്ലോ, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ബോർ ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും ശരിയല്ല. എന്തോ നമുക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. ഒരു ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ കേട്ടോ.
മറുഭാഗം നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ കുറച്ച് പേരൊക്കെ അത്യാവശ്യം കമൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കണ്ടതെന്ന് കുറച്ച് മനസ്സിലായി. കാരണം വെച്ചാൽ ഇവരെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഫെർദർ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.